ഹലോ. അപ്പോൾ ഒരു അടിപൊളി ക്യാരറ്റ് കേക്കാണ് കേട്ടോ. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈത്തപ്പഴവും ക്യാരറ്റും കാഷ്നട്ടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിനായിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര, അതിലേക്ക് ഒരു ഗ്രാമ്പൂ, അതുപോലെ തന്നെ 2 കഷ്ണം പട്ട ഇതിട്ടിട്ട് പൊടിച്ചിട്ട് മാറ്റി വെച്ചു. ഇത് 1 കപ്പ് മൈദയാണ് കേട്ടോ. ഇതിലേക്ക് ലേശം ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അരിച്ചിട്ട് അതും മാറ്റി വെക്കുക കേട്ടോ. ഇത് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മൾ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു കളറാകുന്നത് വരെ നമ്മൾ നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളിത് ശ്രദ്ധിച്ച് ചെയ്യണം. മെൽറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെത് ഒരു വട്ടം ഫ്ലോപ്പായിട്ട് ഞാൻ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് 1 കപ്പ് ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു അരക്കപ്പ് ഈത്തപ്പഴം, ഒരു 2.5 ടേബിൾ സ്പൂണ് അണ്ടിപ്പരിപ്പ്. ഇത് നന്നായിട്ട് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതൊരു 200 ഗ്രാം ബട്ടറാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ ഇനിയോ പഞ്ചസാര, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു വൈറ്റ് കളറാകണത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 2 മുട്ടയും പിന്നെ അതുപോലെ തന്നെ വാനില എസൻസ് ആണത്. അതൊരു 1/4 ടീസ്പൂൺ അതും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക കേട്ടോ. ഇനി ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മാറ്റി വെച്ച പഞ്ചസാര മെൽറ്റ് ചെയ്തതും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ മൈദൻ്റെ മിക്സ് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് മെല്ലെ ഇളക്കി മാറ്റി വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ക്യാരറ്റും ഈത്തപ്പഴത്തിൻ്റെ മിക്സ്. ഇനി വേറൊന്നും ചെയ്യാനില്ല. നമ്മളത് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒരു ടിന്നിൽ കുഴിച്ചിട്ട് നമ്മൾ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂർ വേണ്ടി വന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് ഈത്തപ്പഴം ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യും. പിന്നെ കുറച്ച് മധുരം കൂടിപ്പോയ മാതിരി തോന്നി. അപ്പോൾ നിങ്ങൾ മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർ കുറച്ച് ഇതിലൊക്കെ അളവ് കുറച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.